നമസ്കാരം മക്കളെ, സുബാൻ സാറാണ്. നമ്മുടെ ഈ വർഷത്തെ NDA സെക്കൻഡ് എക്സാം സെപ്റ്റംബർ 14 ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഡേറ്റ്. അതിനുവേണ്ടി നിങ്ങൾക്കറിയാം ആപ്ലിക്കേഷനും കാര്യങ്ങളും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം നിങ്ങൾക്ക് വേണം. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഒന്ന് അറിഞ്ഞിട്ട് നിങ്ങളുടെ ഒന്ന് എത്തിക്കാമെന്ന് വെച്ചു. ഇപ്പോഴേ പലർക്കും സൈറ്റ് ഓപ്പൺ ആവുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ തൊണ്ട് ഞാൻ പറയാം. അപ്പൊ നമ്മുടെ NDA കുറിച്ച് പറയുവാണെങ്കിൽ 5 വർഷത്തിനൊക്കെ മുമ്പാകുമ്പോൾ ഇതിനെക്കുറിച്ച് ആർക്കുമേ ഒരു പിടിയില്ല, ആരുമേ ഇത് അപ്ലൈ ചെയ്യാറില്ല. ഇപ്പോഴങ്ങനെയല്ല, ഒത്തിരി കുട്ടികൾ ഇതിന് ആവശ്യവും ഇതിനെക്കുറിച്ച് അറിയാനുമുള്ള ആ രീതി വന്നപ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ജൂൺ 17 ഓക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് മാക്സിമം ആപ്ലിക്കേഷൻ ആദ്യമേ കൊടുത്തു തുടങ്ങാം. 17 രാത്രി 12 മണിക്ക് തൊട്ട് മുമ്പായിട്ട് നിർത്തണം. വെബ്സൈറ്റ് പുതിയതാണ്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. upsconline.nic.in ഇവിടെയാണ് നിങ്ങൾ ഇത് വേണം, ഇതിൽ കൂടെ കയറി വേണം നിങ്ങളിത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ. സെന്റേഴ്സ് നമ്മുടെ കേരളത്തിൽ വരുന്നത് ട്രിവാൻഡ്രം, കൊച്ചി, കാലിക്കറ്റ് ആണ്. ഇനി കൂടുതൽ എന്തെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ വേറെ സെന്ററിലൊക്കെ അവരെ അനുവദിക്കും. നെക്സ്റ്റ്, ഇത് കിട്ടുന്ന ഒരാൾക്ക് കേരളത്തിൻ്റെതായിട്ടുള്ളൊരു സ്കോളർഷിപ്പ് ഉണ്ട്, 2 ലക്ഷം രൂപ. അപ്പം കിട്ടത്തില്ലെന്ന് വെച്ചുകൊണ്ടല്ല, അവർ കൊടുക്കുന്ന കിട്ടാൻ വേണ്ടി ആഗ്രഹം മീൻസ് കൂടാനും ഇത് എഴുതിയെടുക്കാൻ വേണ്ടിയുള്ള രീതി കൂടെ പറഞ്ഞാണ് 2 ലക്ഷം രൂപ. നെക്സ്റ്റ്, ഏജ് ജാനുവരി 1, 2007 തൊട്ട് ജാനുവരി 1, 2010 ഇതിനിടയ്ക്കുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനു മുമ്പ് ഇതിനു ശേഷം ഉള്ളവർക്ക് പറ്റില്ല. നെക്സ്റ്റ്, നമുക്ക് 3 കാറ്റഗറി ഉണ്ടെന്നറിയാം: നേവി, എയർഫോഴ്സ്, ആർമി. ഈ ആർമിക്ക് നമുക്ക് ഏത് +2 ഏത് സ്ട്രീം എടുത്ത് പഠിച്ചവർക്ക് എഴുതാം. പക്ഷെ എയർഫോഴ്സിനും നേവിക്കും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ആർമിക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷേ മാത്സ് ഒക്കെ എക്സാമിനുണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഈ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ എഴുതാൻ ഇരിക്കുന്നതിന് പ്രശ്നമില്ല. നേവിക്കും എയർഫോഴ്സിനും മസ്റ്റായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി ഇന്നത്തെ ഒത്തിരി കുട്ടികൾക്ക് വേണ്ടതാണ് ഫ്ലൈയിങ്, അല്ലേ? പൈലറ്റിന് വേണ്ടി ഇവിടെ അതിനുവേണ്ടി നിങ്ങൾ ഒരു എക്സാം കൂടെ പാസ്സാകേണ്ടി വരും. CPSS എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. ഏകദേശം 92 വേക്കൻസീസ് അതിനുണ്ട്. ഏകദേശം ഇനി ടോട്ടൽ വേക്കൻസി ഏകദേശം ഒരു 406 ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ഏകദേശം കുറെ കുട്ടികൾക്ക് കമ്പാരിറ്റീവ്ലി ബോയ്സിനേക്കാൾ ഒത്തിരി കുറവാണ് ഗേൾസിന്. എന്നാലും കുറെ വർഷമായിട്ട് ഇപ്പൊ ഗേൾസിനും ഇതിനൊരു ചാൻസ് തന്നിട്ടുണ്ട് കേട്ടോ. ഗേൾസിനും ചാൻസ് ഉണ്ട്. ഇപ്പൊ ഫ്ലൈയിങ്ങിൽ ഇത്രയുണ്ട്. ഇനി നേവി പൈലറ്റ്, ഇതിനും ഈ എക്സാം പാസ്സായെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതൊരു 1 ടൈം എക്സാം ആണ്, പിന്നെ നമുക്ക് പറ്റില്ല, ഒറ്റ തവണേ പറ്റുള്ളൂ. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൈറ്റിൽ കയറിയിട്ട് ആദ്യം നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വഴി എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം ഇമെയിൽ ID എൻ്റർ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളിൽ ആദ്യം ഇമെയിൽ അവിടെ വെരിഫിക്കേഷൻ കഴിയണം. നെക്സ്റ്റ്, മൊബൈൽ ഫോണിനുള്ള ഓപ്ഷൻ വരും. മൊബൈൽ ഫോൺ എൻ്റർ ചെയ്ത് നിങ്ങൾ OTP ഒക്കെ വന്ന് അങ്ങനെ അത് എൻ്റർ ചെയ്യണം. നെക്സ്റ്റ്, ഒരു പാസ്വേഡ് 8 ക്യാരക്ടേഴ്സ് വെച്ചുകൊണ്ടാണ്. അതിന്റെ ക്രൈറ്റീരിയ ഇവിടെ പറയും കേട്ടോ. സ്പെഷ്യൽ ക്യാരക്ടർ ഒക്കെ അതിന് വെക്കണം എന്ന് പറഞ്ഞിട്ട് 8 എണ്ണം. ഓക്കെ ആൻഡ് കണ്ടിന്യൂ അടിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ പേജ് വരും. ലോഗിൻ പേജ് കയറി അവിടെ 3 വഴി കൂടെ നിങ്ങൾക്ക് ചെയ്യാം. മൊബൈൽ ഫോണോ ഇമെയിലോ അല്ലെങ്കിൽ URL. അത് വേണ്ട, നമുക്ക് URL വേണ്ട. നമുക്ക് മൊബൈൽ ഫോൺ വഴി കയറുമ്പോൾ അവിടെ OTP വന്ന് കയറി നിങ്ങൾക്ക് അന്നേരം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ പലരും പറയുന്നത് ഇതെവിടെ ചെന്നാലും അവർക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. നമ്മളിതിപ്പം അക്ഷയ സെന്ററിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പലർക്കും ഇതങ്ങോട്ട് വളരെ സ്പീഡ് കുറവും അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ലെന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ സൈറ്റ് തന്നെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കയറുക. ഓക്കെ, ഇതാണ് ഈ വർഷത്തെ ഡീറ്റെയിൽസ്. അപ്പോൾ ഫീസും കാര്യങ്ങളൊക്കെ ചെറുതാണ് കേട്ടോ, 100 രൂപയൊക്കെ ഉള്ളൂ. അതൊക്കെ അവിടെ കാണിക്കും. നിങ്ങളത് അവിടെ ഓൺലൈനായിട്ട്, അത് ഗേൾസിനില്ല, ബോയ്സിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇനി ഞാൻ ഇതിന്റെ ഫർദർ ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വരും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. ഓക്കെ, എല്ലാവരും അപ്ലൈ ചെയ്യുക, മാക്സിമം നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഗുഡ് ബൈ.